നമസ്കാരം. ഷാജു ചേട്ടനും സെബാസ്റ്റ്യൻ സാറും നൽകിയ ആമുഖം എൻ്റെ കാര്യം വളരെ എളുപ്പത്തിലാക്കി. ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് സൈക്കോളജി പോലെയും സൈക്യാട്രി പോലെയും ഉള്ള വിഷയത്തിന് അധികം നിലനിൽപ്പില്ല. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഒരു മുഖ്യ സാഹിത്യകാരൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലെ കഥാപാത്രങ്ങളുടെ ഒരു മാനസിക തലം. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റായി, കുറച്ചും കൂടി ലളിതമായി. സൈക്കോളജീനെ പറ്റിയും അതിൻ്റെ തിയറികളെ പറ്റിയും സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശരി തന്നെയാണ്. അപ്പോൾ അത് ഒരുവിധം അവസാനിപ്പിച്ചു അദ്ദേഹം. ഇനി ആ സൈക്കോളജിയിലേക്ക് പോകുന്നത് ഞാൻ ഇതിന് ശേഷമുള്ള ചോദ്യോത്തര സമയത്തേക്ക് മാറ്റിവെക്കുകയാണ്. ആ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥ സൈക്കോളജി. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവസാനം നമുക്കത് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. എൻ്റെ ഇന്നത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞു. MT കഥാപാത്രങ്ങളുടെയും ഒക്കെ ഒരു മാനസിക തലം, മാനസിക ഘടന എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഇത്രയും വിശാലമായി മലയാളത്തിലെ എക്കാലത്തെയും ഒരു മഹാനായിട്ടുള്ള സാഹിത്യകാരൻ്റെ മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ ആണ് ഈ പ്രഭാഷണം തുടങ്ങുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വരികളിൽ, ഏറ്റവും കൂടുതൽ വാക്കുകളിൽ മലയാളത്തിൽ കഥാപാത്രങ്ങളെ രചിച്ച ഒരു സാഹിത്യകാരൻ MT തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇഷ്ടംപോലെയുള്ള കഥാപാത്രങ്ങൾ, കഥകൾ, നോവലുകൾ, തിരക്കഥകൾ, ഇതിൽ കൂടെയൊക്കെ വന്നിട്ടുള്ള അസംഖ്യം കഥാപാത്രങ്ങൾ, എല്ലാവർക്കും ഓരോ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ്. എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിലും, ഒരു തറവാട്ടിലെ ഒരു സെർവൻ്റ് ആണെങ്കിൽ പോലും ആ വ്യക്തി പോലും വളരെ തിളങ്ങി നിൽക്കുന്ന കഥാപാത്ര സൃഷ്ടിയാണ് MTനെ വ്യത്യസ്തനാക്കുന്നത്. ഓരോ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളുടെയും സൃഷ്ടി നടത്തി എത്രമാത്രം കഥാപാത്രങ്ങളെ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു എന്ന് നമുക്കിപ്പോൾ കണക്കാക്കാൻ പോലും പറ്റില്ല. അപ്പൊ അത്തരം കഥാപാത്രങ്ങളെ ഓരോരുത്തരെ ആയി വിശകലനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ തന്നെ ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന എല്ലാ കഥകളും, മിക്കവാറും എല്ലാ കഥകളും, എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മലയാളി സമൂഹത്തിൽ അന്നും ഇന്നും അദ്ദേഹം ജീവിച്ച ഒരു കഴിഞ്ഞൊരു 90 കൊല്ലത്തെ കാലഘട്ടത്തിലുള്ള കഥകളായാലും ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലായാലും നിലനിൽക്കുന്ന ഇടത്തരം സമൂഹത്തിന്റെ, ഇടത്തരക്കാരുടെ, ഹൈ ക്ലാസ്സും അല്ല ലോ ക്ലാസ്സും അല്ല, ഇടത്തരക്കാരുടെ, അതിൽ ആണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രതിനിധികളെയാണ് MT കണ്ടെത്തുകയും വിവരിക്കുകയും ചെയ്തത്. അത് വളരെ യഥാർത്ഥമായിട്ടാണ്, ഒരുവിധം റിയലിസ്റ്റിക് ആയിട്ടാണ്, വളരെ എന്താ പറയുക, വിചിത്രമായിട്ടുള്ള കഥാപാത്രങ്ങളും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് സ്വഭാവം മാറുന്ന, പെട്ടെന്ന് വേറെ ഇപ്പൊ ഇന്നത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു കഥാപാത്രം വരുന്നു, തെക്കോട്ട് നടക്കുന്ന ഒരു കഥാപാത്രം പെട്ടെന്ന് നിന്ന് വടക്കോട്ട് നടക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യതിചലനമൊന്നും MTയുടെ കഥാപാത്രങ്ങൾ കാണിക്കുന്നില്ല. എങ്ങനെയാണോ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണോ ജീവിതത്തിൽ ജീവിച്ചു കൊണ്ടേ പോകുന്നത്, ആ ജീവിതത്തെ അതേപോലെ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥാപാത്ര സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ഇടത്തരക്കാരുടെ വേദനകളും ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളും എല്ലാം ചിത്രീകരിക്കുമ്പോൾ അതിന് വളരെയധികം ഉത്തരങ്ങൾ മലയാളികൾക്ക് പറഞ്ഞു തരാനുണ്ട്. ആ ഉത്തരങ്ങളിൽ കൂടെ നമ്മൾ കുറെ ജീവിതത്തിലെ പ്രാക്ടിക്കലായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ആ പഠനവും കൂടിയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളതും നിങ്ങൾക്ക് നൽകാനുള്ളതും. അപ്പൊ ഈ അടിസ്ഥാനപരമായിട്ട് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, മനസാക്ഷി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു മഹാസാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്
ഈ MT എല്ലാ കഥകളും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ കഥകളും ജീവിതത്തിൽ ഓരോ മനുഷ്യരും അനുഭവിക്കേണ്ടിയും അവലംബിക്കേണ്ടിയും വരുന്ന, സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്ന, മനസാക്ഷിയുടെ മുന്നിൽ ഉത്തരം പറയേണ്ടുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ് എല്ലാ കഥാപാത്രങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ശരി തെറ്റുകൾ, നല്ലതും ചീത്തയും, സുഖവും ദുഃഖവും എല്ലാം നിറഞ്ഞ ഈ ജീവിതം ഇങ്ങനെ അനലൈസ് ചെയ്ത് ഓരോ പ്രതിയോടൊക്കെയും പോകുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ചെറിയ ചെറിയ പാഠങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ കൃതികൾ എന്ന് പറഞ്ഞാൽ 10-14 കഥകൾ തന്നെ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രോഡീകരിക്കപ്പെടാത്ത ഇഷ്ടംപോലെ കഥകളുണ്ട്. 10 നോവലുകളുണ്ട്, ബൃഹത്തായിട്ടുള്ള നോവലുകൾ. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, മലയാളികൾ ഒരുവിധം മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കാവുന്ന MT നോവലുകൾ. അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള തിരക്കഥകൾ, 59 തിരക്കഥകൾ, അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത്രയധികം കൃതികളിൽ കൂടെ അദ്ദേഹം വളരെയധികം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മനസാക്ഷി അല്ലെങ്കിൽ കോൺഷ്യൻസ്, ഇത് അടിസ്ഥാനപരമായിട്ടുള്ള സൈക്കോളജി തന്നെയാണ്. പക്ഷെ എങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സന്മാർഗബോധം, കോൺഷ്യൻസ്, നമ്മുടെ കുറ്റബോധം. ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഈഗോ അല്ല, എന്നാൽ അൺകോൺഷ്യസ് മൈൻഡും അല്ല, ഇതുമല്ല. ഇതിന് രണ്ടിനെയും ഇടയ്ക്ക് നിൽക്കുന്ന, അബോധത്തിൽ നിന്ന് ബോധ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബോധത്തിലേക്ക് കയറി വരുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ദേഷ്യങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം വേർതിരിച്ച് ഇന്നത് പുറത്തേക്ക് കൊണ്ടുവരാം, ഇന്നത് നീ ചെയ്യരുത്, ഇന്നത് നിനക്ക് സ്വീകരിക്കാം, ഇന്നത് വിട്ടുകളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഉപദേശിക്കുന്ന നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ സന്മാർഗ ചിന്ത, ആ സന്മാർഗ ചിന്ത തന്നെയാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത്. ഈ മനസാക്ഷി ഇല്ലെങ്കിൽ മനുഷ്യൻ വികസിച്ച, അല്ലെങ്കിൽ എല്ലാ തരത്തിലും പുരോഗമനം ഭാവിച്ച ഈ മനുഷ്യൻ ഇന്നുണ്ടാവില്ലേ. അപ്പൊ മനസാക്ഷിയുടെ വികാസം ഇന്ന് മനുഷ്യനെ നല്ലൊരു മനുഷ്യനായി വളർത്തിയിരിക്കുന്നു. ഇതിങ്ങനെ ചെയ്യുമ്പോൾ, ഈ മനസാക്ഷിയെ അഭിമുഖീകരിക്കുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളാണ് ഈ ഇടത്തരം സമൂഹത്തിന് സംഭവിക്കുന്നത്. ഇടത്തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ ക്ലാസിനും അല്ലെങ്കിൽ മേലക്കിടയിലുള്ള ആൾക്കാർക്കും താഴേക്കിടയിലുള്ള ആൾക്കാർക്കും അഭിമുഖീകരിക്കാത്ത വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഇടത്തരക്കാർ. ഈ ഇടത്തരക്കാര് എന്താ പറയാ, വളരെ യാഥാർത്ഥ്യവുമായി വളരെ നിത്യവൃത്തിക്കായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തൻ്റെ ഈ ഒരു മൂല്യബോധം, തൻ്റെ ഒരു ആദർശബോധം, അത് ഇടത്തരക്കാരുടെ ഒരു കീറാമുട്ടിയാണ്. അല്ലെങ്കിൽ ഇടത്തരക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മൂല്യബോധം കൊണ്ട് നടക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ശരിയുടെ പക്ഷത്ത് നിൽക്കണം, ആദർശബോധം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ഇടത്തരക്കാരാണ്. ഈ മേലെ കിടയിലുള്ള ആൾക്കാർക്ക്, ഹൈ ക്ലാസ് സമൂഹത്തിന് തന്റെ നിത്യ ജീവിതം വളരെ ഒരുവിധം മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഭാഗം വളരെ സുഖമായിട്ട് കഴിഞ്ഞു കിട്ടും. പിന്നെ അവര് എന്താ പറയാ, ഈ ശരി തെറ്റുകളിലൊക്കെ കൈക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ദുർലഭമാണ്. കാരണം അധികാരവും സമ്പത്തും ഉള്ള ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിൽ കൂടെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും. അവര് അഭിമുഖീകരിക്കുന്ന ഈ ആദർശരാഹിത്യവും കാര്യങ്ങളൊക്കെ ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും കൂടെ ഇങ്ങോട്ട് പോകും. പക്ഷെ ഇടത്തരക്കാർക്ക് അങ്ങനെയല്ല. സാധാരണ ഇടത്തരക്കാര് കൊണ്ട് നടക്കുന്ന ഒരു പ്രമാണമുണ്ട്. എന്താണ്? നീ മേലേക്ക് നോക്കി, മേലെയുള്ള ആൾക്കാരെ നോക്കി നെടുവീർപ്പിടാതെ, അല്ലെങ്കിൽ അതില് അസൂയ കൊണ്ട് മനസ്സ് വിഷമിപ്പിക്കാതെ, നീ താഴേക്കടയിലുള്ള ആൾക്കാരെ നോക്കി നിങ്ങൾ ആശ്വാസം കൊള്ളും, അല്ലെങ്കിൽ അതില് ആശ്വാസം കൊള്ളൂ എന്നുള്ള ഒരു പ്രമാണമാണ് സാധാരണഗതിയിൽ
ഇടത്തരക്കാരുടെ ഒരു പ്രമാണം, അവരുടെ ഒരു പ്രധാന ജീവിത വാക്യം തന്നെ അതാണ്. താഴേക്കിടയിലുള്ള ആൾക്കാരെ നോക്കി സമാധാനം കൊള്ളുക, ആശ്വാസം കൊള്ളുക. പക്ഷെ ഇന്നിപ്പോ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് എന്താ? ഇടത്തരക്കാരെ നോക്കുമ്പോൾ വാസ്തവത്തിൽ തന്നെക്കാളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും സാധാരണക്കാരാണ്, അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവരാണ്. അവർക്ക് ഈ തരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നിസ്സാര കാര്യങ്ങളാണ്. അവര് ശ്രദ്ധിക്കുന്നില്ല, അവര് അത്രയൊന്നും ബോധേടല്ല, അവരൊന്നും അത്ര എന്താ പറയാ, അവരെന്തെങ്കിലും ചെയ്ത് ചെറിയ തെറ്റുകൾ ചെയ്യുന്നൊന്നും സമൂഹം വിലക്കെടുക്കുന്നുമില്ല. അവര് കള്ളു കുടിച്ച് വഴിക്ക് കിടക്കുകയാണെങ്കിലും അത്ര വലിയൊരു പ്രാധാന്യമില്ല, താഴെക്കിടയിലുള്ള ആൾക്കാർ എന്നുള്ള ഒരു സൗജന്യം അവർക്ക് കിട്ടുകയാണ്. അതേപോലെ പെരുമാറാനായിട്ട് ഇടത്തരക്കാർക്ക് കഴിയാൻ പറ്റില്ല. അവന് തന്റെ എന്താ പറയാ സമൂഹത്തിലുള്ള ഒരു നല്ല നല്ല ചീത്ത നർത്തത്തിന് പകരം നല്ല നർത്തം കൊണ്ട് നടക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഇടത്തരക്കാർ. ആ ഇടത്തരക്കാർക്ക് തന്റെ എന്താ പറയാ ഒരു സമൂഹത്തിലുള്ള ഒരു ചെറിയൊരു മാന്യത അതെങ്കിലും ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള വളരെ ഉത്കടമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ ഇടത്തരക്കാർ. ആ ഇടത്തരക്കാർക്ക് ഒരിക്കലും താഴേക്കടയിലുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള അതിസ്വാതന്ത്ര്യമോ ഈ നേരത്തെ പറഞ്ഞ കുടിച്ച് വഴിയിൽ കിടക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമോ അവന് കൊണ്ട് നടക്കാൻ പറ്റില്ല. എങ്കിൽ തന്നെ അവന് അവൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും ലൈംഗികത അടക്കം എല്ലാ കാര്യങ്ങളും അവൻ ഉള്ളിൽ അടക്കി പിടിച്ച് വച്ചിരിക്കുന്നത് അവന് അനുഭവിക്കും വേണം. അവന് ഗോപ്യമായിട്ടെങ്കിലും രഹസ്യമായിട്ടെങ്കിലും അവൻ പറ്റാവുന്നതും നിവർത്തിക്കാൻ നോക്കും ചെയ്യും. അത് ഒരു ശാരീരിക ആവശ്യവും ശാരീരിക നെസസിറ്റിയുമാണ്. അപ്പൊ അങ്ങനെ ഉള്ളൊരു വളരെ എന്താ പറയുക നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങളും ഈ ശരി തെറ്റുകൾ അവനവന്റെ മനസാക്ഷിയോട് നിരന്തരം യുദ്ധം ചെയ്യുമ്പോഴുള്ള ഇടത്തരക്കാരുടെ പ്രശ്നങ്ങൾ, ഇത് മുഴുവനും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ MT തന്നെ എന്നുള്ളതിനെ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് പല കൃതികളിൽ കൂടെയും ഞാൻ ഒന്ന് വിശകലനം ചെയ്ത് വളരെ പെട്ടെന്ന് പോകാം. ഉദാഹരണത്തിന് ആദ്യത്തെ കൃതി തന്നെ നോവൽ വെച്ച് തുടങ്ങാം. ആദ്യത്തെ കൃതി തന്നെ നമ്മുടെ നാലുകെട്ട്. ഈ നാലുകെട്ടിൽ വാസ്തവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആട്ടിയിറക്കപ്പെട്ട് വല്യമ്മാമ തന്നെ ആട്ടി പുറത്താക്കി. അതായത് വളരെ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് തറവാട്ടിലേക്ക് ഒരു തുള്ളൽ കാണാൻ വേണ്ടിയിട്ടും അതിനോടനുബന്ധിച്ചുള്ള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടും അമ്മയുടെ അടുത്ത് നിന്ന് പോകുന്ന ഒരു കുട്ടി, പണ്ട് എന്താ പറയാ വടക്കേപ്പാട്ട് പാർക്കുട്ടി അമ്മ ഒരു പാണ്ട് പിടിച്ച ഒരു നമ്പൂതിരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഉള്ള ഒരു സന്ദർഭത്തിൽ ഈ കൊന്തുണ്ണി നായര് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം അപകരിച്ചു കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് കൊണ്ടുപോയി പറപ്പിക്കുന്നത്. അപ്പൊ അതിലുള്ള പ്രതിഷേധം മുഴുവനും ഈ കുട്ടി തറവാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വല്യമ്മാവ കാണിക്കുകയാണ്. സോ പുറത്ത് ഇന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചവിട്ടി പുറത്താക്കും. അന്ന് കുട്ടീനെ ദൂരെ എറിഞ്ഞതാണ്. ആ കുട്ടിയാണ് പിന്നീട് കാണുന്നത് ഈ വൃദ്ധൻ, വയസ്സായിട്ടുള്ള വൃദ്ധൻ തന്റെ വലിയമ്മാമ വന്ന് ഇയാളോട് കെഞ്ചുകയാണ്. എങ്ങനെ? അതായത് ഞാൻ അത് പറയാം. എൻ്റെ കയ്യിൽ പണം, ഞാൻ വന്നത് ഈ തറവാട് പെര, ഭഗവതി ഇരിക്കുന്ന പെര അന്യാധീനം പെട്ടുപോകാൻ പോവുകയാണ്. എനിക്ക് 500 രൂപ കടമുണ്ട്. അന്നത്തെ 500 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5 ലക്ഷം രൂപ കടമുണ്ട്. ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കണം. അല്ലെങ്കിൽ ഈ 10-ാം തീയതിക്കുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ പെര അന്യാധീനപ്പെട്ടു പോകും. ഇത് വാങ്ങിക്കാൻ ഒരു മാപ്പിള തയ്യാറായിട്ടുണ്ട്. 4000 രൂപയാണ് പറയുന്നത്. അപ്പോൾ നീ ഒരു 500 രൂപ കടമായിട്ട് തന്നാൽ മതി. ഉടനെ അപ്പുണ്ണി പറയുന്നതാണ്, വയനാട് പോയി ജോലി ചെയ്ത് അതുവരെ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, ഒറ്റാന്തടിയാണ്, അതുവരെ വാങ്ങിച്ച പൈസ എല്ലാം കൊണ്ടാണ് തറവാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ തറവാട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ട്. എൻ്റെ കയ്യിൽ ഈ 4000 രൂപയുണ്ട്. അതിൽ നിന്ന് ഒരു 500 രൂപ കടം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മാപ്പിളയുടെ പൈസയ്ക്കും എൻ്റെ പൈസയ്ക്കും വ്യത്യാസമില്ലെങ്കിൽ ഞാൻ 4000 രൂപ തരാം. തറവാട് എനിക്ക് എഴുതി തരൂ.
അല്ലാതെ 500 രൂപ തരുന്ന പ്രശ്നമില്ല. വൃദ്ധനൊന്ന് ആലോചിക്കും. വൃദ്ധൻ ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഴുതാം, ആധാരം തീരെഴുതി തരാം. ആ ആധാരം തീരെഴുതി വാങ്ങിച്ച് പത്തായപ്പുരയും കടന്നു ചെല്ലാൻ പറ്റാതിരുന്ന, സ്വാതന്ത്ര്യമില്ലാതിരുന്ന, അവിടെ ഒരു കൃമി പോലെ കഴിഞ്ഞിരുന്ന അപ്പുണ്ണി ആ തറവാട് മൊത്തം വിലയ്ക്ക് വാങ്ങി അമ്മയെ കൊണ്ട് കയറ്റുകയാണ്, അമ്മയെ പാർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മയോട് പറയാണ്, ഈ തറവാട് ഞാൻ പൊളിക്കാൻ പോവുകയാണ്, ഈ പെര ഞാൻ പൊളിക്കാൻ പോവുകയാണ്, നമുക്ക് കുറച്ച് കാറ്റും വിളിച്ചുള്ള നല്ലൊരു പെര കെട്ടണം. അപ്പോൾ ഈ മച്ചിലിരിക്കുന്ന ഭഗവതിയോ അമ്മ സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പുണ്ണി ചിരിക്കുകയാണ്. കാരണം ഈ മച്ചിലെ ഭഗവതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതിയൊന്നും വരുമില്ലായിരുന്നല്ലോ. അപ്പോൾ അപ്പുണ്ണിയുടെ ചിരി ഈ പഴകിയ ചുമരുകളിലും തൂണുകളിലും തട്ടി തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു രംഗമാണ് അവസാനത്തെ വാചകം. അപ്പോൾ എത്രമാത്രം ഒരു യുവാവ്, അന്നത്തെ സമൂഹത്തിലത്തെ ഒരു ഇടത്തരം യുവ പ്രതിനിധിയായിട്ടുള്ള അപ്പുണ്ണി എത്രമാത്രം വേദനിച്ചുകൊണ്ടാണ് ആ ഒരു പക വീട്ടാൻ വേണ്ടിയിട്ട് ആ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതൊരു ഒന്നാന്തരം പ്രതികാരത്തിന്റെ കഥയാണ്. ഈ പ്രതികാരം വാസ്തവത്തിൽ മാനസിക പ്രതികരണം തന്നെയാണ്, സാധാരണ നോർമൽ ആയിട്ടുള്ള പ്രതികരണം തന്നെയാണ്. പ്രതികാരം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാമെങ്കിലും ന്യായമായിട്ടുള്ള കാര്യങ്ങളുടെ മുൻപിൽ പ്രതികാര ബുദ്ധി വരുന്നത്, ഞാൻ വളരെയധികം സഹിച്ചു, എന്നോട് വളരെ അക്രമം ചെയ്തു, അതിന് പറ്റുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള മാനസിക പ്രവർത്തനമാണ്. അതൊരു വലിയ പ്രതികാരം തന്നെയായിരുന്നു. ഇനി നമ്മൾ സേതുവിന്റെ കഥയിലേക്ക് വരാം. 4 കെട്ട്. ഈ 4 കെട്ടിലെ സേതു 10ാം ക്ലാസ് കഴിഞ്ഞു. വാസ്തവത്തിൽ അപ്പുണ്ണി 10ാം ക്ലാസ് വരെയാണ് കാര്യമായിട്ട് പഠിച്ചത്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടിയാണ് വയനാട് സെയ്താലിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ പിന്നെയുള്ള കഥകൾ മുഴുവനും അയാളുടെ ഒരു ജോലിപരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പുണ്ണിയുടെ 10ാം ക്ലാസ് വരെയുള്ള ജീവിതം വാസ്തവത്തിൽ ഞാൻ പറയും ഒരു കുട്ടിയുടെ 10ാം ക്ലാസ് വരെയുള്ള ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് സേതു 10ാം ക്ലാസ് തൊട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അത് ഒരുപക്ഷെ സേതുവിന്റെ MTയുടെ തന്നെ കോളേജ് ജീവിതം പിന്നീടുള്ള പിൽക്കാല ജീവിതമാണ്. അപ്പോൾ ഈ സേതു ഫൈനൽ പരീക്ഷ കഴിഞ്ഞു, SSLC കഴിഞ്ഞു. വീട്ടിലിരിക്കുമ്പോൾ, ഷർട്ടിടാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ അകലെ കൂടെ പാടത്തു കൂടെ തൻ്റെ സുഹൃത്തിന്റെ കൂടെ ആരോ ഉണ്ട്. ദൂരത്തുനിന്ന് പാടത്തു കൂടെ കയറി വരുന്നത് കാണും. അപ്പോൾ സേതു കൂട്ടുകാരോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്, എനിക്ക് തറവാടുണ്ട്, തറവാട്ടില് ഇത്രയും മച്ചുണ്ട്, പത്തായപ്പുരയുണ്ട്, എല്ലാം സാധാരണ കുട്ടികൾ മറ്റുള്ള കുട്ടികളുടെ ഒപ്പമാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറയുമോ അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഹരിദാസ് കയറി വരുന്നത്, ക്ലാസ്മേറ്റ് കയറി വരുന്നത്. ഈ ക്ലാസ്മേറ്റ് നടന്നു വരുമ്പോൾ തന്നെ ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളയത്ത് ചെറിയ കുത്തിയിരിക്കുന്ന ഇളയമ്മയോട് പറയും, ഇളയമ്മ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്, കൂടെ ആരോ ഉണ്ട്, അവനൊരു ചായ കൊടുക്കണം. എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം, നിന്റെ അമ്മയോട് ചെന്ന് പറയും, ഇവിടെ എല്ലാറ്റിൻ്റെയും എന്താ പറയാ താക്കോലും കൊണ്ട് നടക്കുന്നത് നിന്റെ അമ്മയല്ലേ, അമ്മയോട് ചെന്ന് പറയുന്നത്. അമ്മയോട് ഓടിച്ചെന്ന് പറയുമ്പോൾ അമ്മ ഒരു ആട്ടാണ്, ഇവിടെ നീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ പാലും പഞ്ചസാരയും കാപ്പിപ്പൊടിയും എല്ലാം, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവനെ തിരിച്ചുവിടുകയാണ്. ഈ സംസാരം കേട്ടുകൊണ്ടാണ് ഈ ഹരിദാസ് കയറി വരുന്നത്. ഹരിദാസ് പറയുന്നത്, ഞങ്ങളൊരു ചായ കഴിച്ചിട്ടാണ് വരുന്നത്, പേടിക്കൊന്നും വേണ്ട. അവര് അത്യാവശ്യം സംസാരിച്ച് ഉടനെ ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്, ഇതെന്റെ ചേട്ടനാണ്, അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ പോകണം, ഒരു സൂത്രം പറഞ്ഞതാണ്. അങ്ങനെ അവിടെ നിന്ന് പോവാണ്. ഇത് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള സംഗതിയാണല്ലോ. പക്ഷേ ഒരു 10ാം ക്ലാസ്സുകാരൻ, 15 വയസ്സിലെ ഒരു കുട്ടി, അവന് തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്ന ഒരു അനുഭവമാണ്. അത് അവന്റെ മനസ്സിൽ അത്രമാത്രം വേദന ഉണ്ടാക്കും. അപ്പൊ അവര് പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടുള്ള അവൻ മനസ്സിൽ പറയുന്ന ഒരു കാര്യം, ഈ മുടിഞ്ഞ തറവാടും ഈ മുടിഞ്ഞ പെര ഞാൻ തട്ടി നിരത്തി പൊളിച്ചു കളയുമെന്നാണ് അവന്റെ മനസ്സിൽ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സേതു ഒരു എല്ലാറ്റിനോടും ഒരു നിഷേധിയായി വളർന്നിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
എല്ലാറ്റിനോടും ഒരു എന്താ പറയാ, എല്ലാറ്റിനോടും റിയാക്ട് ചെയ്ത് എല്ലാറ്റിനോടും തട്ടിത്തെറിപ്പിച്ച് എല്ലാവരും സ്വാർത്ഥത മാത്രം. ഇനി എനിക്ക് പണ്ട് അപ്പുണ്ണി പറഞ്ഞ പോലെ എനിക്ക് വളരണം, വലിയ ആളാവണം, എന്നിട്ട് വേണം നമ്മുടെ എൻ്റെ അച്ഛനെ കൊന്ന സൈതാലിയോട് പ്രതികാരം ചെയ്യാൻ എന്ന് പറയുന്ന ആ കഥാപാത്രം വാസ്തവത്തിൽ വളരുന്നത് സേതുവിലൂടെയാണ്. ആ സേതു ഒരിക്കൽ തങ്കമണിയെ പ്രേമിക്കും, ഒരിക്കൽ പത്മുവിനെ പ്രേമിക്കും. ഇതൊക്കെ ഈ കോളേജിൽ നിന്ന് വെക്കേഷന് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് സുമിത്രയെ സ്നേഹിക്കും. ഇവരൊക്കെ വിട്ടുകൊണ്ട് പോകുമ്പോൾ കോളേജിൽ ചെന്ന് ഞാൻ തങ്കമണിയല്ല ഇത്തവണ കണ്ടത്, ഇത്തവണ വെക്കേഷന് പോയപ്പോൾ ഞാൻ സുമിത്രയെ കണ്ടത്. അപ്പൊ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഓ നീ ഇങ്ങനെ ഉടുപ്പ് മാറ്റുന്ന പോലെ കാമുകിമാരെ, നിന്റെ പേരാണോ എന്താ പറയാ സേതു എന്ന് പറയുന്നുണ്ട്. സ്വാർത്ഥമേ നിന്റെ പേരാണോ സേതു. അത് സ്വാർത്ഥ ചിന്ത, സ്വാർത്ഥതയാണ് അവനെ നയിക്കുന്നത്. അത് വളർന്നു വരുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന അവനവൻ ഞാൻ എന്നുള്ളൊരു അധികാരത്തിൽ നിന്നാണ് അത് ആ ഒരു സ്വാർത്ഥത വരുന്നത്. അല്ലാതെ വെറുതെ ഒരാളുടെ പൈസ പോക്കറ്റിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുന്ന ഒരു സ്വാർത്ഥതയല്ല അത്. അവനവൻ എനിക്ക് വളരണം, എനിക്ക് വലുതാവണം, അതിന് പ്രതിബന്ധമായി വരാവുന്ന എനിക്ക് തടസ്സം നിൽക്കാവുന്ന പ്രേമബന്ധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓരോരോ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. ആ ഉപേക്ഷിച്ച ആള് പിന്നീട് ഡിഗ്രി കഴിയുമ്പോൾ അവനൊരു ജോലി കിട്ടുന്നത് എന്താ പറയാ ബ്ലോക്ക്, നമ്മുടെ പണ്ടത്തെ ഒരു സാമൂഹ്യ ഗ്രാമസേവകൻ. ഈ ഗ്രാമസേവകന്റെ ഒരു ജോലിയാണ് ആദ്യം കിട്ടുന്നത്. അന്നത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ജോലി ഒരു ഗ്രാമസേവകന്റെയാണ്. ഈ ഗ്രാമസേവകൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 10-20 ഗ്രാമസേവകൻ ട്രെയിനികളുണ്ട്. അവരുടെ കൂടെ ആദ്യം സ്വീകരിക്കപ്പെട്ട് കിട്ടുന്നത് ഒരു ബക്കറ്റും ഒരു ചൂലുമാണ്. ഈ ചൂലും ബക്കറ്റും കൊണ്ട് എല്ലാം ക്ലീൻ ആക്കുന്ന, ലാറ്റിനടക്കം എല്ലാം ക്ലീൻ ആക്കുന്ന ജോലി നിങ്ങൾ പഠിക്കണം. ഗാന്ധിയൻ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ ഗ്രാമസേവകം കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ഉടനെ ചൂലും ഒരു ബക്കറ്റുമാണ് ആദ്യം എടുത്തു കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഒന്ന് നേരം വൈകിയത്, ഒരു സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോൾ ഒന്ന് നേരം വൈകിയതിന് ഈ ഇതിന്റെ കോർഡിനേറ്റർ ഇയാളെ ശകാരിക്കുന്നുണ്ട്. എന്നാ നിങ്ങളുടെ ചൂലും ഇതും നിങ്ങൾ തന്നെ വച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം അത് ഉപേക്ഷിച്ച് ആ ജോലി ഉപേക്ഷിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. ഇതിലൊന്നും തെറ്റ് കാണാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, ഇത്രയും പഠിച്ച് ഇത്രയും പാട് കഴിച്ച് വളരെ മോശം സ്ഥിതിയിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹമുള്ള ഒരാളുടെ ആദ്യം കിട്ടുന്ന ഒരു ചൂലും ബക്കറ്റും തീർച്ചയായിട്ടും അവിടെ ഇട്ടെറിഞ്ഞു പോകും എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് പിന്നെ പോകുന്നത് ഒരു കമ്പനിക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്ന ഒരു മുതലാളിയുടെ അടുത്തേക്കാണ്. ആ മുതലാളിയുടെ കണക്കെഴുത്തുകാരനായിട്ട് തുടങ്ങുന്നു, ക്ലർക്കായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അയാളുടെ ഭാര്യയുമായി എടുക്കുന്നു. എപ്പോ നോക്കിയാലും എനിക്ക് ഉയരണം, എനിക്ക് സ്വന്തം കാലത്ത് നിൽക്കണം, എനിക്ക് പൈസ ഉണ്ടാവണം, എൻ്റെ ദാരിദ്ര്യം ഇതോടുകൂടി അവസാനിക്കണം. തീർച്ചയായിട്ടും ആ മുതലാളിയുടെ കാര്യങ്ങളും വരവ് ചെലവ് കണക്കുകളും എല്ലാം എഴുതുന്ന കൂട്ടത്തിൽ എല്ലാ കോൺട്രാക്ടേഴ്സും ഉള്ള ഇടപാടുകളൊക്കെ ചെയ്യുന്ന ഈ ക്ലർക്ക് തന്നെ വലുതാവുന്നു. ഈ മുതലാളിയുടെ പല കാര്യങ്ങളും ഇയാളുടെ തലയ്ക്ക് വരുന്നു. ഇയാൾ തന്നെ അത് സ്വന്തമാക്കി കൈകാര്യം ചെയ്യുന്നു. ഇയാള് മുതലാളിയാവുന്നു, ഭാര്യയ്ക്ക് ഇയാളോട് പ്രതിപത്തിയാവുന്നു. അങ്ങനെ എല്ലാ വിജയത്തിന്റെയും ആഹ്ലാദത്തിൽ വണ്ടി ഓടിച്ച് വളരെ ലക്കും ലഗാനും ഇല്ലാതെ അത്യാവശ്യം മദ്യമൊക്കെ കഴിച്ച് മുതലാളിയുടെ ഭാര്യയും കൂട്ടി വരുമ്പോൾ, സ്പീഡിൽ വണ്ടി ഓടിച്ചു വരുമ്പോൾ മുതലാളിയുടെ ഭാര്യ പറയുന്നതാണ്, അതായത് നിങ്ങൾക്ക് ഭ്രാന്താണ്, ഇതുപോലെ എന്താ പറയാ ജീവനിൽ കൊതിയില്ലാതെ ഈ വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നത് കേട്ടിട്ട് ചിരിക്കുക മാത്രമേ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഈ എന്താ പറയാ അമ്മ ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന വർഷം പാലക്കാട്ടേക്ക് ക്യാൻസറായി പോകുന്ന അമ്മ, ഒരുപക്ഷെ MTയുടെ അമ്മ തന്നെയായിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിലിരിക്കുന്ന അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നീ വെയിലത്ത് നിൽക്കണ്ട, നീ ട്രെയിൻ ഇളകുന്നവരെ നീ കമ്പാർട്ട്മെന്റിലേക്ക് വരൂ. അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ച് ഉടുകൊണ്ടിന്റെ തലപ്പിൽ നിന്ന് ഒരു നാണയം കെട്ട് അഴിച്ചു കൊടുക്കുന്നു. ഇത് കൈ വെച്ചോ, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് എന്നെക്കാളും കൂടുതൽ ആവശ്യം നിനക്കാണ് എന്ന് പറഞ്ഞ് 1 രൂപ നാണയം കൊടുക്കുകയാണ്. ആ അമ്മ
പിന്നീട് മരിക്കുന്ന പരമേശ്വരേട്ടൻ കമ്പി അടിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു വലിയൊരു കേസ്, ഇയാൾ അപ്പോഴേക്കും വലിയ ധനാഢ്യനായി. അതിനിടയ്ക്ക് ഇഷ്ടംപോലെ കേസും കൂട്ടങ്ങളും സ്വാഭാവികമാണല്ലോ, വലിയ ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ ഇഷ്ടംപോലെ കേസുകളും വരും. ആ ഒരു കേസ് വിധി പറഞ്ഞ് അതിന്റെ നൂലാമാലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത്, വളരെയധികം മദ്യപാനി ആയിരുന്ന സമയത്താണ് പരമേശ്വരേട്ടൻ കമ്പി അടിക്കുന്നത്. ആ കമ്പി അടിക്കുമ്പോൾ അത് വായിച്ചു നോക്കാൻ പറ്റിയില്ല, അവിടെ വെച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് കമ്പി വായിച്ചു നോക്കിയില്ല. പിറ്റേ ദിവസം മദ്യപാനമൊക്കെ മദ്യത്തിന്റെ കെട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കമ്പി വായിക്കുന്നത്. അമ്മ മരിച്ചു. അപ്പോൾ ഉടനെ പിന്നെ കുറെ കരഞ്ഞു. ചേച്ചി പോയി കാണൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തറവാട്ടിലേക്ക് വിടുന്നു. അവിടെ വന്ന് അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ കാണുന്ന കൂട്ടത്തിൽ സുമിത്രയെയും കാണുന്നു. പണ്ട് വളരെയധികം സ്നേഹിച്ചിരുന്ന ഞാൻ അപ്പോ ചോദിക്കുകയാണ് സുമിത്രയോട്, നിനക്കിപ്പോ ഇവിടെ ആരുണ്ട്? കാരണം തന്റെ തെറ്റുകളെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഈ ജീവിതത്തിന് ഒരു അവസാനം സേതു ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ സുമിത്രയെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരുന്നു എന്നുള്ള ഉള്ളിൽ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നിനക്കിവിടെ ആരുണ്ട്? എനിക്ക് ഭഗവാനുണ്ട്. വളരെ ഉറച്ച ശബ്ദമാണ് സുമിത്രയ്ക്ക്. ഞാൻ നിന്നെ പണ്ട് സ്നേഹിച്ചിരുന്നു. ഇല്ല, നിങ്ങൾ ഒരിക്കലും ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. ഈ പറഞ്ഞ അമ്മയെ അടക്കം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് സുമിത്ര പറയുന്നത്. നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ ഒരു വാചകം ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് എന്താ പറയാ മനസ്സ് തുറക്കുകയാണ്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇയാള് മണലിൽ ആഞ്ഞു ചവിട്ടി പ്രതികാരം, എല്ലാവിധ വിഷമങ്ങളും ഉള്ളിലുള്ള വിഷമങ്ങളും എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് മണൽ പരപ്പിക്കൂടെ വീണ്ടും പഴയ പുതിയ ലോകത്തിലേക്ക് ആഞ്ഞു ചവിട്ട് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അസുരവിത്ത് ഗോവിന്ദൻകുട്ടിയുടെ കഥയാണ്. ഗോവിന്ദൻകുട്ടിയും ഇതുപോലെ നിഷേധിയായിട്ടുള്ള മകൻ ഒരു കഥാപാത്രമാവുന്നതിന് മുമ്പ് തന്നെ ഒരു ചേച്ചിയും ഒരു ചേട്ടനും, കുമാരേട്ടനും ചേച്ചി, പൂന്തോട്ടത്തിലെ ചേച്ചി മാധവിയമ്മ, അവരുടെ ഹസ്ബൻഡാണ് ശേഖരൻ നായർ. അപ്പൊ അവര് നല്ല നിലയിൽ, കുമാരേട്ടനും നല്ല നിലയിൽ, കുമാരേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കുട്ടിയുടെ ചോറുകൂണ് നടത്തണം, നല്ല രീതിയിൽ നടത്തണം. അത് പഴനിയിൽ വെച്ച് തന്നെ നടത്തണം. അതിനൊരു 50 രൂപ വേണം. അതിന് അരപ്പട്ടിണിയായിട്ട് കിടക്കുന്ന കുഞ്ഞോപ്പോളും അമ്മയും മാത്രം, ഗോവിന്ദൻകുട്ടിയും മാത്രമുള്ള സ്ഥലത്തേക്കാണ് തിരിച്ചു വരുന്നത്. ഈ 50 രൂപ വേണം. അവസാനം പൈസ ഇല്ലാത്തത് കൊണ്ട് സമ്മതിക്കുകയാണ് മുറ്റത്തെ പ്ലാവ് കെട്ടാനായിട്ട്. ആകെ വല്ല ചക്കയും ഉണ്ടായി നിൽക്കുമ്പോൾ അതുകൊണ്ട് വിശപ്പടക്കുന്ന ആ പ്ലാവ് കെട്ടാൻ സമ്മതിക്കുകയാണ്. അത്രയും കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഗോവിന്ദൻകുട്ടി പിന്നെ എന്തുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവനും ശത്രുത തോന്നാവുന്ന തല്ലിപ്പൊളിയായി ഗോവിന്ദൻകുട്ടിയായി മാറി എന്നുള്ളത് വളരെ അധികം തിരസ്കാരത്തിന്റെ, വളരെയധികം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അതിലും ഏറ്റവും വലിയൊരു അനുഭവം ഇതാണ്. സ്വന്തം അളിയൻ ശേഖരൻ മുതലാളി, കിഴക്കേ അങ്ങാടിയിൽ 2 പ്രബല ശക്തികളാണ്. അതായത് ശേഖരൻ നായരുടെ പക്ഷത്ത് ഹിന്ദു ആൾക്കാരും മൈമുണ്ണി മുതലാളിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും. അവിടെ എന്നും ചണ്ടയാണ്. പലപ്പോഴും വിജയം ആർക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ ഈ ശേഖരൻ നായരുടെ സ്വന്തം അലിയനാണ് ഭാഗവി ചേച്ചി അവിടെയുണ്ട്. ഈ പൂന്തോട്ടത്തിൽ അസാമാന്യ കഴിവാണ്. ഇഷ്ടംപോലെ നെല്ലും പറമ്പും ഉണ്ട്. പക്ഷെ ഒരിക്കലും അഭിമാനം ഈ അമ്മയെ അവിടെ പോയി കിടക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കുഞ്ഞോപ്പോളും പോകുന്നില്ല. അപ്പൊ അങ്ങനെ അവരെ നോക്കേണ്ട ബാധ്യതയാണ് ഈ ഗോവിന്ദൻകുട്ടിക്കുള്ളത്. 15 മിനിറ്റ് കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ശേഖരൻ നായരുടെ മൂത്ത ഒരു മകൻ കൊച്ചപ്പൻ ഒരു വക്കീലിന് പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ കാണുന്ന ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു മീനാക്ഷി സർവന്റായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ കയറി പിടിച്ച് അവരെ പിഴപ്പിച്ചു എന്ന് അറിയുമ്പോൾ എന്ന നിമിഷം തന്നെ ശേഖരൻ നായർ ഉള്ളില് പണി തുടങ്ങി. എത്രയും വേഗം ഈ കുട്ടിയുടെ കല്യാണം കഴിച്ചു വിടണം. അതിന് പറ്റിയ ആള് ഗോവിന്ദൻകുട്ടി തന്നെയാണ്. ഗോവിന്ദൻകുട്ടിയോടൊന്നും പറയണ്ട, എന്റെ അനന്തരവനാണ്, അവനൊരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ മതി
അമ്മയോട് സ്വന്തം അമ്മയോട് വന്ന് പറയുന്നു, അവരുടെ കല്യാണം നിശ്ചയിക്കുന്നു. ഗോവിന്ദൻകുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ പിഴച്ചവളായിട്ടുള്ള മീനാക്ഷിയെ ഗോവിന്ദൻകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. കൊച്ചപ്പനെ ഇത് കഴിഞ്ഞതിന് ശേഷം കൊച്ചപ്പനെ നല്ല വീട്ടിൽ നിന്ന് വേറൊരു കല്യാണം കഴിപ്പിച്ചു വിടുന്നു. അപ്പോൾ പോകുന്ന പോക്കിൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലാവുന്നു ഈ കുട്ടി പിഴച്ചവളാണ് എന്ന്. കാരണം ഛർദിയും ഈ കുട്ടിയുടെ കരച്ചിലും എല്ലാം കൂടി പിന്നെ അവള് തുറന്ന് പറയുന്നുണ്ട്. ആ തുറന്ന് പറച്ചിൽ കൂടെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ആ കുട്ടിയെ ഉടനെ തന്നെ അതിന്റെ സ്വന്തം വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നേരെ പകരം വീട്ടാനായിട്ട് ഊരി പിടിച്ച കത്തിയുമായി വരുന്നത് ഈ ശേഖരൻ നായരോടാണ്, സ്വന്തം അളിയനോടാണ്. അപ്പോഴേക്കും ശേഖരൻ നായർ സ്വന്തം സൈനിക ശക്തിയെ മുഴുവനും വിളിച്ചു വരുത്തി ഗോവിന്ദൻകുട്ടിയെ തന്നെയാണ് താറുമാറാക്കുന്നത്. അവിടെ നിന്ന് തല്ലും കൊണ്ട് പോയപ്പോൾ പിന്നൊരു ആശ്രയം കുഞ്ഞിരക്കാരാണ്. പക്ഷെ അതുകൊണ്ട് നിൽക്കില്ല. ശേഖരൻ നായരോട് ഇനിയും പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തക്കതായിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് മുസ്ലിം ആയാലും വേണ്ടില്ല, എനിക്ക് കിട്ടണം. ഉടനെ പൊന്നാനിയിൽ പോയിട്ട് തൊപ്പിയിടുകയാണ്. പൊന്നാനിയിൽ പോയിട്ട് സുന്നത്ത് കഴിച്ച് തൊപ്പിയിടുകയാണ്. തൊപ്പിയിട്ട് വന്നിട്ട് മുസ്ലിമായിട്ട് അബ്ദുള്ളയായിട്ട് തിരിച്ചു വന്ന അബ്ദുള്ള നേരെ സ്വന്തം വളരെ കൂട്ടുകാരനായിട്ടുള്ള കുഞ്ഞിരക്കാരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും കുഞ്ഞിരക്കാർ ഈ മുസ്ലിമിന്റെ സാധാരണ മുസ്ലിം ഗ്രൂപ്പിൽ പെടുന്നതല്ല. അയാൾക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. ഈ തരം മത സംഘടനകളെ ഒക്കെ അയാളെ നിഷ്കരണം യോജിക്കാത്ത ഒരാളാണ്. അപ്പൊ ഇവൻ പോയി തൊപ്പിട്ട് വരുമ്പോൾ ഇയാൾ വീട്ടിൽ കയറ്റുന്നില്ല. നീ എന്ത് വിഡിത്തായി ചെയ്യുന്നത്? ഈ മതമൊക്കെ മാറിയത് കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ, നിന്റെ വീട്ടിൽ തീ പകയോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നേരെ ഈ മൈമുന്നി ഈ മുസ്ലിമിന്റെ അടുത്തെത്താണ്, മുതലാളിയുടെ അടുത്തെത്താണ്. മുതലാളി ആദ്യത്തെ ദിവസമൊക്കെ സ്വീകരിക്കുമെങ്കിലും പിന്നെ കാണുന്നത് അയാളുടെ ഒരു വേലക്കാരൻ, അയാളുടെ ഒരു പണിക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് ഇവിടെ കഴിയാം എന്നുള്ളതാണ്. അതും സഹിക്കുന്നില്ല. നല്ല തറവാട്ടിൽ പറഞ്ഞ ഗോവിന്ദൻകുട്ടിക്ക് അതും സഹിക്കുന്നില്ല. വെറും ഒരു ശമ്പളക്കാരനായി, വെറും ഒരു കൂലി തല്ലുകാരനായിട്ട് ഈ മൊയ്മണിയുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെയും തല്ലുണ്ടാക്കി അയാൾ തിരിച്ചു വരുമ്പോൾ പിന്നെ കാണുന്നത് ഗോവിന്ദൻകുട്ടിയെ തല്ലാനായിട്ട് ഹിന്ദുക്കളും ശേഖരൻകുട്ടിയുടെ ആൾക്കാരും മൊയ്മണിയുടെ ആൾക്കാരും സംഘടിതമായിട്ട് ആക്രമിക്കുന്നതാണ്. പിന്നെ അയാൾക്കൊരു പുഴയിൽ ചാടി രക്ഷപ്പെടേണ്ടി വന്നു. ഈ പുഴയിൽ ചാടുമ്പോൾ എല്ലാവരും നോക്കിക്കുമ്പോൾ ഇയാൾ പുഴയിൽ ചാടി മരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അയാൾ മരിക്കല്ല ചെയ്യുന്നത്. ഇയാളെ നീന്തി രക്ഷപ്പെട്ട് അലഞ്ഞു നടക്കുകയാണ്. ആ അലഞ്ഞു നടക്കുന്ന സമയത്താണ് ഇവിടെ നടപ്പ് ദീനം ബാധിക്കുന്നത്. ഈ നടപ്പ് ദീനം ബാധിക്കുമ്പോൾ ഈ ആളുകൾ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണ്. അത് മുസ്ലിം അല്ല, ഹിന്ദുക്കളല്ല, ആരായാലും അവരെ കുഴിച്ചിടാനൊന്നും എല്ലാവർക്കും പേടി. ആ സമയത്താണ് ഗോവിന്ദൻകുട്ടി വരുന്നത്. എല്ലാവരുടെയും മൃതദേഹം സംസ്കരിക്കുന്നു, കുഴികുത്തി സംസ്കരിക്കുന്നു. അതിൻ്റെ ഒപ്പം ഈ മീനാക്ഷിയുടെ ശവദേഹം സംസ്കരിക്കുന്നു. ഈ മീനാക്ഷിയുടെ ജനിച്ച മകനെ ഒക്കത്തെടുത്ത് നടക്കുകയാണ്. കിഴക്കേ അങ്ങോട്ട് കൂടെ തല ഉയർത്തി പിടിച്ച് ഹിന്ദുക്കളും നോക്കുന്നുണ്ട്, മുസ്ലിങ്ങളും നോക്കുന്നുണ്ട്. എല്ലാവരുടെ ഇടയിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നടന്ന് ശേഖരൻ നായരുടെ അടുത്ത് ചെന്നിട്ട് ഈ കുട്ടിയെ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കൈവശം വെച്ചു, ഈ കുട്ടിയെ ഞാൻ പിന്നീട് കൊണ്ടുപോയിക്കൊള്ളാം. തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ കുന്നുകയറി അദ്ദേഹം അപ്രത്യക്ഷമാണ്. അപ്പൊ ഇങ്ങനെ വാരണാസിയിൽ എത്തി നിൽക്കുന്ന ഈ നോവൽ സാഹിത്യത്തില് വളരെയധികം കഥാപാത്രങ്ങൾ. വാരണാസിയിലെത്തുമ്പോഴേക്കും ഈ ആത്മവഞ്ചനയുടെ കഥകൾ വളരെയധികം ചെല്ലുന്നിടത്തൊക്കെ ഇഷ്ടംപോലെ പ്രലോഭിപ്പിക്കപ്പെട്ട തരുണീമണികള്. ആദ്യം ബോംബെയിൽ ഒരു ജെ ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവിടെ ഒരു ഗീത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കൂടെ താമസിക്കുന്നു. ആ കുട്ടി ഗർഭവതിയാണെന്ന് പറയുന്നു. ഞാൻ അച്ഛനോ ഈ 21-ാം വയസ്സിലോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് ബാംഗ്ലൂർ വന്നു ചേരുന്നു. അവിടെ ഒരു പരസ്യ കമ്പനിയിൽ ചേരുന്നു മൂർത്തി സാറിന്റെ കൂടെ. ആ മൂർത്തി സാറിന്റെ ഭാര്യ ശാന്തേച്ചി പ്രലോഭിപ്പിക്കുന്നു. ആ മൂർത്തി സാറ് മരിച്ചപ്പോൾ തീർച്ചയായിട്ടും ശാന്തേച്ചി കൈയടക്കി വയ്ക്കാവുന്ന തന്റെ ജീവിതം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നെ പോകുന്നത് വാരണാസിയിലേക്കാണ്, ഒരു ഗവേഷക വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്. അവിടെ പണ്ടൊരിക്കൽ ഗവേഷക വിദ്യാർത്ഥിയായി പോയപ്പോൾ സുമിത നാഗ്പാൽ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇഷ്ടംപോലെ അനുഭവിച്ചതാണ്. ഈ രണ്ടാമത്തെ പോക്കിൽ ഈ ബാംഗ്ലൂർ വാസമൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ പോക്കിൽ അദ്ദേഹം ഈ ആത്മവഞ്ചനയിൽ നിന്നുള്ള ഒരു മോചനം, ആത്മാവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്റെ ആത്മാവിനെങ്കിലും ഗതി കിട്ടാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. തന്റെ ആത്മാവ് അലഞ്ഞു നടക്കുകയാണെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ളവർക്ക് എന്റെ ആത്മാവ് ഉണ്ടെങ്കിലും ദ്രോഹം വരരുത്. അതുകൊണ്ട്
വൈശാഖം നാളിൽ ജനിച്ച സുധാകരൻ എന്ന ഈ പിതൃ ഭാവത്തിനെ ഞാൻ എന്ന മകൻ പിതൃപിണ്ഡം വയ്ക്കുന്നു കാശിയിൽ. അങ്ങനെ സ്വന്തം ആത്മാവിന് പിണ്ഡം വച്ചുകൊണ്ട് ഈ സുധാകരൻ മടങ്ങണം. ഇനി എത്ര കാലം ജീവിക്കുന്ന പറയാൻ പറ്റില്ല. അങ്ങനെ മടങ്ങുമ്പോൾ സുമിത നാഗ്പാലിനെ കാണുന്നു. സുമിത നാഗ്പാൽ ഇതിനിടയ്ക്ക് ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരു സാഹിബിനെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോയി തിരിച്ച് വീണ്ടും വാരണാസിയിലെത്തുമ്പോൾ ഇദ്ദേഹം കാണുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല, ഇവർക്ക് തിരിച്ചറിയുന്നു. സുമിത നാഗ്പാല് സുമിത നെൽസൺ അല്ല, ഇപ്പോഴും സുമിത തന്നെ, പക്ഷെ വളരെ വയസ്സായിരിക്കുന്നു. അവര് എന്തോ ഒരു പരിഹാരത്തിന് ഒരു ആരതി ഒഴിഞ്ഞ് ഗംഗയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ വാരണാസിയും കഴിയാണ്. ഏറ്റവും അവസാനം എഴുതിയ നോവലാണ്. അപ്പോൾ ഇത് കഥാസാഹിത്യത്തിലൊക്കെ ഞാൻ പോകുന്നില്ല. ഏറ്റവും ആദ്യം എഴുതിയ മന്ത്രവാദി എന്ന് 1952 അദ്ദേഹത്തിന് വെറും 22 വയസ്സുള്ളപ്പോൾ. ഈ കഥയിൽ പോലും ഒരു മന്ത്രവാദി ശംഖുപണിക്കർ ഇപ്പോ മന്ത്രവാദം ചെയ്താലൊന്നും പിടിക്കില്ല. ശംഖു പണിക്കര് മന്ത്രവാദം നടത്തിയ പോലെ എന്ന് നാട്ടിൻപുറത്ത് പോലും കളിയാക്കി തുടങ്ങി. അതിനേക്കാളും വിമർശനം, അതിനേക്കാളും വേദനാജനകം ഇവിടുത്തെ ഇല്ലവല്ലായ്മകളെ കൊണ്ട് ഭാര്യയുടെ കുത്തുവാക്കുകളാണ്. അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. ഇയാളെ ഒരു നല്ല വീട്ടിൽ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദത്തിന് വിളിച്ചു. സ്വർണമാണെങ്കിൽ സ്വർണ്ണത്തകിടാണ് കുഴിച്ചിട്ടെങ്കിൽ പ്രേതങ്ങൾ കുറെ കാലത്തേക്കൊന്നും വരില്ല, ഈ വീട് ശുദ്ധിയായി, അത് അഡ്വൈസ് ചെയ്യും. ഈ തകിട് ചവിട്ടുവെല്ലിന് താഴെ തന്നെ മന്ത്രവാദി കുഴിച്ചിടും. എല്ലാവരും ഉറങ്ങുകയാണ്. രാത്രി ഈ തങ്കത്തകിടിന് ഈ എന്താ പറയാ, ഈ ചെലുത്താന്മാർക്ക് എന്താ ലാഭം, അല്ലെങ്കിൽ ചെലുത്താന്മാർക്ക് ഈ തങ്കത്തകിട് എന്തിനാ എന്ന് മനസ്സിൽ വിചാരിച്ച് എല്ലാവരും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മന്ത്രവാദി തന്നെ ഈ തങ്കത്തകിട് കുഴിച്ചെടുക്കുകയാണ്. ആ കുഴിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കാര്യസ്ഥന്മാരും എല്ലാവരും കള്ളൻ എന്ന് പറഞ്ഞു. അവർ ഈ മന്ത്രവാദിയാണെന്ന് വിചാരിക്കുന്നില്ല. രാത്രി ഈ മന്ത്രവാദിനെ എല്ലാവരും കൂടി പിടിച്ചപ്പോൾ ഈ നിങ്ങൾ മന്ത്രവാദി തന്നെ ആണ് ഇത് കളവ് നടത്തുന്നത്. അപ്പൊ ഇതിന് പറഞ്ഞ ഒരു വാചകം ഞാൻ മാനസിക തലത്തിൽ പറയുകയാണ്. അതായത് വളരെയധികം മാനസിക പ്രക്രിയകളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. ആ നിത്യജീവിതത്തിൽ നേരത്തെ മനസാക്ഷി എന്ന് പറഞ്ഞ പോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സുഖത്തിൽ നയിക്കാനായിട്ട്. ഒരു കുട്ടി പരീക്ഷ കഴിഞ്ഞ് വരികയാണെങ്കിൽ തോറ്റു എന്ന് വിചാരിക്കുക. ആ കുട്ടി അച്ഛനമ്മമാർ ചോദിക്കുകയാണെങ്കിൽ ആദ്യം പറയുക ഞാൻ മാത്രമല്ല അപ്പുറത്തെ മാനസികം തോറ്റു, അല്ലെങ്കിൽ ഇത് ടീച്ചർ എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചാണ്. അതിനൊരു ആരോപണം എന്ന് പറയും, പ്രൊജക്ഷൻ. തന്റെ കുറ്റമല്ല, തോറ്റത് തന്റെ കുറ്റമല്ല, അത് ഇന്ന ആളുടെ വേറൊരാളുടെ കുറ്റമാണ്. അതൊരു മനസ്സിന്റെ ടെക്നിക്കാണ്, നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡിനയൽ, ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു അസുഖം വന്നു, വലിയൊരു അത്യാഹിതം വന്നു, ക്യാൻസർ വന്നു, നമ്മൾ വിശ്വസിക്കാൻ പ്രയാസപ്പെടും. നമ്മൾ നിഷേധിക്കാതെ ഇത് ക്യാൻസർ ആയിരിക്കില്ല, അടുത്ത പരിശോധനയ്ക്ക് പോകുന്നു, പിന്നത്തെ പരിശോധനയ്ക്ക് പോകുന്നു. ഇവരെല്ലാവരും ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പോലും വളരെ കഴിഞ്ഞിട്ടേ അത് മനസ്സ് സ്വീകരിക്കുള്ളൂ. അപ്പൊ ആദ്യഘട്ടത്തില് നമ്മൾ കാണിക്കുന്ന ഒരു ഡിനയൽ ഉണ്ട്, നിഷേധം. അങ്ങനെ ഒരു പറ്റം കാര്യങ്ങള് നമ്മുടെ മനസ്സിന്റെ സുഖമായിട്ടുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവ്, വളരെയധികം കൈക്കൂലി വാങ്ങിക്കുന്ന നേതാവ്, ജനങ്ങളെ മുഴുവനും പറ്റിക്കുന്ന നേതാവ്, അദ്ദേഹം പിന്നീട് വല്ല ഗുരുവായൂരം പോയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കുറെ പൈസ ദാനം ചെയ്തുകൊണ്ട് കാര്യമില്ല. അതൊക്കെ ഒരു പരിഹാരക്രിയ മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ പ്രക്രിയകൾ മനസ്സിന്റെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം, അതുപോലുള്ള ഒരു പ്രക്രിയയാണ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ന്യായീകരണം കണ്ടെത്തുക, ന്യായീകരിക്കുക, വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ന്യായീകരിക്കുക, ന്യായീകരണം പറയുക. ആ ന്യായീകരണം പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ മന്ത്രവാദി പറയുന്നത്. ഈ ചെറുത്താന്മാർക്ക് സ്വർണ്ണത്തകിട് കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ള നിലയ്ക്ക്. അപ്പൊ ഇങ്ങനെ കുറെ ന്യായീകരണങ്ങളുടെയും നിഷേധങ്ങളുടെയും പ്രതികാരങ്ങളുടെയും ഞാൻ വളർന്നു വലുതാവും, അല്ലെങ്കിൽ ഞാൻ വളരണം, സ്വാർത്ഥത, ഇതെല്ലാത്തിൻ്റെയും ആകെത്തുകയാണ് മനുഷ്യൻ എന്ന ജീവി, മനുഷ്യജീവിതം. ഇങ്ങനെയാണ് മനുഷ്യജീവിതം. ഈ മനുഷ്യജീവിതം ഇങ്ങനെ വളരെയധികം യഥാർത്ഥമായിട്ട് പകർത്തിയ ഒരു MT അല്ലാതെ വേറൊരു സാഹിത്യകാരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ മലയാളത്തിൽ വളരെ പരിമിതമാണ്. ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക.